എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഇൻട്രോ പറയാൻ പോകുന്നത് ഞാനല്ല, നമ്മുടെ പ്രവീൺ മച്ചാനാണ്. പ്രവീൺ മച്ചാന് ഭയങ്കര നിർബന്ധം ഒരു ദിവസം ഇൻട്രോ പറയണമെന്ന്. പ്രവീൺ മച്ചാൻ വിട്ടു വന്നിരിക്കുന്നു, ഇൻട്രോ പറഞ്ഞോ. അപ്പൊ ഞങ്ങളുടെ പുതിയ സംരംഭം മല്ലയ്യ പാനിപ്പൂരി. അപ്പോൾ തുടങ്ങിയല്ലേ പരിപാടി? അപ്പോൾ തുടങ്ങിയാണ്. അപ്പോൾ പ്രവീൺ മച്ചാന് കുറേ നാളായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് നമുക്ക് പാനിപ്പൂരി ഉണ്ടാക്കിയിട്ട് കട തുടങ്ങുന്നത്. പക്ഷെ നമ്മൾ കട തുടങ്ങുന്നില്ല, പകരം ഒരു ചലഞ്ചായല്ല. അതെ, ചലഞ്ചാണ്. അപ്പോൾ ചലഞ്ചൊക്കെ പിന്നെ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് പാനിപ്പൂരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് എന്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് പറയണേ? ഇത് ഉരുളക്കിഴങ്ങ് കൊണ്ട് സവാള ഇട്ട് വരട്ടിയെടുത്ത സാധനം. സവാള ഇട്ട് വരട്ടിയെടുത്ത സവാള ഇട്ട് ഞെക്കി പിഴിഞ്ഞുണ്ടാക്കിയ സാധനം. ഓക്കെ, പ്രവീൺ പറയുന്നതാണ് ഇന്നത്തെ സാധനങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇപ്പുറത്തെ ഇതെന്താണ്? ഇത് സ്മാഷ്ഡ് സവാള പിന്നെ വിത്ത് ചില്ലിപ്പൂവ്, അല്ല മല്ലിപ്പൂവ്. സ്വാഷ്ഡ് സവാള വിത്ത് ചില്ലിപ്പൂ കിട്ടാ. ഇതെന്താണെന്ന് അറിയാലോ. ഇനി നമുക്ക് കുറച്ച് ഓയിൽ വേണം. പിന്നെ റെഡിമെയ്ഡ് ആയിട്ടുള്ളത് നമുക്കിത് വറുത്തെടുക്കാനുള്ള പാനിപ്പൂരിയുടെ അത് റെഡിമെയ്ഡ് കടന്നിട്ടുള്ള സാധനം. റെഡിമെയ്ഡ് കടന്നിട്ടുള്ള സാധനം. കുറച്ച് വെള്ളം. വെള്ളമില്ലല്ലേ? വെള്ളമുണ്ട്. തട്ടിച്ചിട്ടാണ്. അപ്പൊ അത് പരിപാടികൾ നമ്മൾ തുടങ്ങാനായിട്ട് പോവാണ്. ആദ്യത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട പൂരി നമ്മൾ വറുത്തെടുക്കാൻ പോവാണ്. അതുപോലെ തന്നെ പാനിയൊക്കെ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനുള്ള മസാല പിന്നെ അതിന്റെ ടോപ്പിംഗ്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വറുത്തെടുത്തിട്ടാണ് നമ്മൾ പരിപാടിയിലേക്ക് കിടക്കുന്നത്. പ്രവീണേ, തുടങ്ങിയാലോ പരിപാടി? ഓക്കെ. അപ്പോൾ പ്രവീൺ മച്ചാന് ഒരു ക്ലാരിഫിക്കേഷൻ കൂടി വേണമെന്ന് പറഞ്ഞാൽ നമ്മളൊന്നുകൂടി പറയുകയാണ്. ഇത് നമ്മുടെ സ്മാഷ് ചെയ്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. ഉപ്പിട്ട് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങിൽ സവാള ചാട്ട് മസാലയൊക്കെ ഇട്ട് മിക്സ് ചെയ്താണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ചാട്ട് മസാല മിക്സ് ചെയ്തിട്ടുള്ള സവാളയും നമ്മുടെ മല്ലിയിലയുമാണ്. പിന്നെ ഇത് വറുക്കാനുള്ള ഓയിൽ, നമ്മുടെ റെഡിമെയ്ഡ് പാനിപ്പൂരി നമുക്ക് വറുത്തെടുക്കാനുള്ള ഐറ്റം. ഇത്ര സാധനമാണ് നമ്മൾ ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതേ പാത്രം അടുപ്പത്ത് കയറ്റി എണ്ണ ഒഴിച്ച് നമ്മുടെ പൂരി വറുത്തെടുക്കാനുള്ള പരിപാടി നോക്കാണ്. അപ്പോൾ നമ്മുടെ ഉരുളിയൊക്കെ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്, ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇതേ നമ്മുടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ പാനിപ്പൂരി വറുത്തെടുക്കാനുള്ള ഓയിൽ നമുക്കിതേ നമ്മുടെ ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആക്ച്വലി നമ്മുടെ ചലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരു പാനിപ്പൂരി കട തുടങ്ങിയാലോ എന്നുള്ള പ്ലാൻ പ്രവീൺ മച്ചാനുണ്ട്, അല്ലേ പ്രവീണേ? അപ്പോൾ നമ്മൾ വറുത്തെടുക്കാൻ പോവാണ്. എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ പാനിപ്പൂരി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊന്തി വരട്ടെ കേട്ടാ. പൊന്തി വരുന്നുണ്ട്. വാവ്, നല്ല ഉണ്ടല്ലേ നമ്മുടെ പാനിപ്പൂരി സെറ്റായിട്ടാണ്. ഇത്ര നേരം മതിയില്ലേ പാനിപ്പൂരി ഉണ്ടാക്കാൻ? അപ്പോൾ ബിസിനസ് കൺഫേംഡ്. നല്ല രസമായിട്ട് ഈ സാധനം ഉണ്ടാക്കി ഇങ്ങനെ പൊന്തി വരണതാണ്. എന്തേ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. പിന്നെ നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല, ഇത് തന്നെ ചെയ്തോളും ബാക്കി പണികളൊക്കെ കേട്ടാ. എന്നിട്ട് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഹായ്. ശരിക്കും നമ്മുടെ ബോളൊക്കെ സെറ്റായി വരൂല്ലേ? നമ്മുടെ ഗോൾഫ് ബോളൊക്കെ പോലെ വന്നു. അപ്പൊ നമ്മൾ അടുത്ത റൗണ്ട് ഇടാൻ വേണ്ട പാനിപ്പൂരി ഇട്ടോ. മൊത്തം കാണാൻ പറ്റുന്നുണ്ടോ? തെറിക്കോന്ന് ഇട്ടാ പറയണത്. എന്നിട്ട് നിങ്ങളല്ലേ എങ്ങനെ ഇളക്കി കൊടുക്കാട്ടാ. എന്തിനാ ഇളക്കുന്നത്? പരത്താൻ. എന്ത് ഭംഗിയാണ് കളയാനായിട്ട്. അങ്ങനെ കാര്യമൊന്നുമില്ല, ഞാൻ ഇളക്കുന്നത്. എന്റെ പോലെ പെട്ടെന്നായുള്ളത്. ആരെടുത്ത മരണം പറഞ്ഞേ? നീയല്ലേ പറഞ്ഞു ഒരു പാക്കറ്റ് മൊത്തം ഇടണം നിനക്ക്. ഒരു സൈഡ് മാത്രം കരി, കുറച്ചൊക്കെ കരിയട്ടെ. അതാണ് പ്രശ്നം. അങ്ങനെ നമ്മുടെ പാനിപ്പൂരി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണ്ട. ഇത് പാനിപ്പൂരി ഉണ്ടാ. ഇതിൻ്റെ ഉള്ളില് ഉരുളക്കിഴങ്ങും സാധനങ്ങളൊക്കെ മിക്സ് കഴിയുമ്പോഴാണ് മൊത്തത്തിൽ പാനിപ്പൂരി ആവണത്. ഉണ്ടാ. പിന്നെ ആ സാധനം എല്ലാം കൂടി വരുമ്പോഴല്ലേ പാനിപ്പൂരി ആവണത്. എടാ കരിയണ്ടാ, ഞാൻ പതിയൊക്കെ ഇടുള്ളൂ. ഇതാണ് പാനിപ്പൂരിയുടെ ഉണ്ടാ പൂരി. അന്ന പാനിപ്പൂരി. അങ്ങനെ മച്ചാൻ നമ്മുടെ കൊട്ടകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അവസാനത്തെ ഐറ്റം ഇട്ടു. ഇതുകൂടി വറുത്ത് കോരിക്കഴിഞ്ഞാൽ നമ്മുടെ ചലഞ്ചിന്റെ പരിപാടി നോക്കാട്ടാ. അപ്പോൾ ഇത് ഇട്ട സാധനം ഒന്ന് പൊന്തി വരാനായിട്ട് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഏകദേശം ഒരു 500 പാനിപ്പൂരിയുടെ പൂരി നമ്മളിതേ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടാ. ഇത്ര സാധനം വെച്ചാണ് നമ്മുടെ ചലഞ്ച് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ പാനിപ്പൂരി റെഡി ആയിട്ടുണ്ട്. ഏകദേശം 5 പാക്കറ്റ് അല്ല 5 കൊട്ട പാനിപ്പൂരി റെഡി ആയിട്ടുണ്ട്. എന്ത് 5 കൊട്ട പാനിപ്പൂരി. ഓ പെഡ ഇത്രയുണ്ട് സാധനം. ഉണ്ട ചെറുത് ഇത്രയുണ്ട്. മിനിയല്ല വലുത്, ബിഗ്. ടേസ്റ്റ് ഉണ്ടോ? അടിപൊളി. അപ്പൊ നമ്മുടെ പാനിപ്പൂരി വറക്കലൊക്കെ കഴിഞ്ഞു കേട്ടാ. അരെ ബേൽപൂരി, പാനിപ്പൂരി, മസാപൂരി. ആവോ
മച്ചന്മാരെ നോക്ക് നമ്മുടെ പൂരിയൊക്കെ വറുത്ത് കാണിച്ചു കൊടുത്തേ മക്കളെ. പനിപ്പൂരി പനിപ്പൂരി ഇല്ല, ഇതിൽ പൂരി മാത്രമേ ഉള്ളൂ. പനിയും ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ എന്തായാലും തുടങ്ങിയ ഇപ്പോഴും പണി അതൊക്കെ വയറിറങ്ങി കഴിഞ്ഞാൽ ഓട്ട ഇപ്പോഴിടേണ്ടത്. അപ്പൊ സംഭവം ഇത്രേ ഉള്ളൂ. ഇന്നത്തെ ചലഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പാനിപ്പൂരി കഴിക്കുന്നത് ആരാണോ അവർക്കുള്ളതാണ് ഈ 50,000 രൂപ. 50,000 രൂപ ആര് വിൻ ചെയ്യോ? ആർക്കും വേണ്ട. അവൻ തോപ്പിക്കാൻ ചന്തുവിനെ തോപ്പിക്കാൻ തീറ്റ മത്സരത്തിന്റെ ആരില്ല. പക്ഷെ അത് ആ പറച്ചിലത്തുള്ള കഴിഞ്ഞ് നോക്കിക്കോ. 2 തിന്നുമ്പോഴേക്കും അവൻ തീരും. സൈലന്റ് കില്ലർ ഒരാളുണ്ട്. അജുവിന് എനിക്കൊരു വിശ്വാസമില്ല. കാരണം അജു മറ്റേ അജുവിന്റെ ആമാശയത്തിന് പകരം ആമാശയം, കരളിനും മറ്റേ ഇതിനൊക്കെ കിഡ്നിക്കൊക്കെ പകരം അവിടെ ഒരു ആമാശയം, പിന്നെ ശ്വാസകോശത്തിന് അവിടെ 2 ആമാശയമൊക്കെ ഉള്ളവനാണ് ഈ നിൽക്കുന്നത്. അതുപോലെ തന്നെ ആൻ്റപ്പൻ 2 ദിവസം പട്ടിണി കിടന്നിട്ട് വന്നിരിക്കുന്നത്. ഇവനൊരു മാസം മുമ്പേ പട്ടിണിയാണ്. പിന്നെ ഇതില് എന്താ പറയാ സൈലന്റ് കില്ലർ ഒരാളുണ്ട്. ഇത് ഡയറ്റുള്ളത് അധികം തിന്നാനും പാടില്ല. ഇത് വറുത്തായിട്ട് 10 തിന്നിട്ടുണ്ട്. അവനില്ലടാ, അവൻ സൈലന്റ് കില്ലറാ. 2 തവണ മിണ്ടാണ്ട് എന്നിട്ട് നൈസായിട്ട് അവൻ സമ്മാനം അടിച്ചുകൊണ്ടുപോയി അല്ലേ. മത്സരമല്ല, അത് വേറെ മത്സരം. ഓക്കെ. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് നൈസായിട്ട് നിങ്ങൾക്ക് എന്താണ് ഞാൻ ആ ഒരു മൂഡിലേക്കാണ്. അപ്പൊ എല്ലാവരും പവറാണ്, ഓണാണ്. അപ്പൊ നോക്കാം ഇന്നത്തെ ഈ ഒരു 50,000 രൂപ ആര് കൊണ്ടുപോകുന്നുള്ളത്. അപ്പൊ മത്സരം ആരംഭിക്കാനുള്ള പരിപാടികൾ നമ്മൾ തുടങ്ങുകയാണ്. ഓക്കെ അല്ലേ? അപ്പൊ പ്ലേറ്റുകളൊക്കെ വെച്ചു. ഇനി നമ്മളിത് ഓരോ പ്ലേറ്റിൽ 5 എണ്ണം വെച്ചാണ് വെക്കുന്നത്. 5 പൂരി വെച്ചാണ് വെക്കുന്നത്. എടുത്ത് ശരിക്കും നമ്മുടെ പൂരിക്കടയിലൊക്കെ എത്ര രൂപയ്ക്കാണ് കിട്ടുന്നത്? 5 എണ്ണം 30 രൂപയ്ക്കാ? 30 30 രൂപയ്ക്കാണ് കിട്ടുന്നത്. അപ്പോൾ അതേ നമ്മുടെ ഓരോ പ്ലേറ്റുകളിൽ 5 എണ്ണം വെച്ച് ഫസ്റ്റ് റൗണ്ടിൽ ഇവർക്ക് 15 എണ്ണം ഉണ്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ പ്ലേറ്റുകൾ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 പേർക്കുള്ള ഫസ്റ്റ് റൗണ്ട് ഇവിടെ റെഡിയാണ്. ഇനിയിപ്പോൾ വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇവർക്കുള്ള ഓരോ പാനിപ്പൂരിയിലും ഇവർ തന്നെയാണ് ഇവരുടെ മസാല നിറയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 5 പേർക്കുള്ള പൂരി ഉണ്ട്. 5 പേരും നിറച്ചോളൂ. അങ്ങനെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിള്ളേർ അവരവർക്കുള്ള ആ ഒരു പൂരികളിൽ മസാല നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ തന്നെ ഇത് മൊത്തം നിറയ്ക്കേണ്ടി വരും. അപ്പോൾ അതാണ് ഞാൻ ഇവർക്കൂടെ തന്നെ നിറപ്പിക്കുന്നത്. അപ്പോൾ ഉടായ്പൊന്നും കാണിക്കാതെ അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ട്. ഇതുപോലെ നല്ല ടൈറ്റ് ഫില്ലായിട്ട് സാധനം കിട്ടണം. കണക്ക് നല്ല ഫില്ലായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതേപോലെ വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഓരോന്ന് പൊട്ടിച്ചതിനുള്ള മസാല നിറയ്ക്കുന്ന പരിപാടിയാണ് കേട്ടോ. കുറച്ച് കള്ളന്മാർ അതിൻ്റെ ഇടയിലുണ്ട്. ഇച്ചിരിക്കോളൊക്കെ നിറയ്ക്കുന്നുണ്ട്. കുത്തി നിറയ്ക്കണ കുട്ടാ. ഇത്രയും മതി മസാലയൊക്കെ പവറായിട്ടിരിക്കട്ടെ. അങ്ങനെ ഉരുളക്കിഴങ്ങ് മസാല കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോപ്പിങ് നമ്മുടെ സവാളയും പിന്നെ എന്തിന്റെ പ്രവണതയിൽ അരിഞ്ഞിട്ടേക്കണേ? സവാളയും മല്ലിയില. നേരത്തെ ഇതിന്റെ മല്ലിപ്പൂവാ, ചില്ലിപ്പൂവൊക്കെ ഇട്ടിട്ടുള്ള സാധനമാണ്. നീ എത്ര എണ്ണം തിന്നു? നീ പറ. ഞാനോ? നീ എത്ര എണ്ണം തിന്നു? 2 എണ്ണം. പിന്നെ 2 എണ്ണം. മാക്സിമം തട്ടൂട്ടാ. എത്തിക്കോ? 5 എത്തിക്കും. നീ എത്ര എണ്ണം എത്തിക്കോടാ? കണക്കെടുത്തല്ലേ. ഭൗമിക്കീറിന് എത്ര എണ്ണം എത്തിക്കും? 20-30 പോരല്ല പോളിങ്. ആൻ്റപ്പനോ? 10 എണ്ണം. എള്ളിമ നോക്കാൻ വേണ്ട. ഈ 10 എണ്ണം പറയണവരായിരിക്കുള്ളൂ 100 എണ്ണം തിന്നണേ. അതെ. അപ്പം മച്ചന്മാരെ നമ്മുടെ പാനിപൂരി ഫില്ലിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഒരാൾക്ക് നോക്കുകയാണെങ്കിൽ 15 എണ്ണം വരുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരവർക്കുള്ളത് അവരവർ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ സൂത്രങ്ങളൊക്കെ അവിടെ ഇടയ്ക്ക് മാറ്റി ചെയ്തിട്ടുണ്ടെന്ന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. പക്ഷെ എന്നാലും എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ഷഫിൾ ചെയ്യാം. മോൻ അങ്ങോട്ട് മാറിയേ. നീ പോയിട്ട് അജു നിൽക്കുന്ന സ്ഥലത്ത് വന്നേ. അജു ഇങ്ങോട്ട് വന്നേ. മോൻ ഇങ്ങോട്ട് വന്നേ. മോൻ അങ്ങോട്ട് പോയേ. ഓക്കെ. ഇപ്പൊ ശരിയായി. അല്ലെങ്കിൽ മുമ്പേ ഇടയിലൊക്കെ കുറേശ്ശേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സമയം ആരംഭിക്കുകയാണ്. ഫസ്റ്റ് റൗണ്ടിന്റെ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. തുടങ്ങിക്കോ. ഇന്ന് തൊണ്ടയിലൊക്കെ കുരുങ്ങും. ഓക്കെ. ആൻ്റപ്പ നീ ഇവരൊന്നും നോക്കണ്ടട്ടാ. ഇവര് കളിച്ചൊക്കെ നിൽക്കും. നമുക്ക് വിജയം മാത്രം ലക്ഷ്യം. അപ്പോൾ എന്തായാലും അവര് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓരോ പ്ലേറ്റുകൾ കഴിയുന്നതിനനുസരിച്ച് നമുക്ക് കൗണ്ട് ചെയ്ത് തുടങ്ങാം കേട്ടാ. തുടങ്ങ കമോൺ, പവർ ആവട്ടെ. മോൻ ഒറ്റടിക്ക് അടിച്ച് കയറ്റാണ്. ഇവിടെ നോക്കിയേ, 3 എണ്ണം തീർന്ന കണ്ട. അവിടെ ഒരു പ്ലേറ്റ് തീർന്നാ. അവിടെ തീർന്ന് ഇവിടെ ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്
എടാ എടുത്ത് കഴിക്കണത് അണ്ണാക്ക് പൊട്ടിരിക്കുക ഏത് അതിൽ 6 ഉണ്ടോ? നീ വെച്ചതല്ലേ? അല്ല ആണോ? ഉറപ്പാണോ? ഇനി ആലോചിച്ച് നോക്കാം. അങ്ങനത്തെ ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അജുവിന്റെ ഒരു പ്ലേറ്റ് തീർന്നു, കിരണിന്റെ ഒരു പ്ലേറ്റ് തീർന്നു, മച്ചാന്റെ ഒരു പ്ലേറ്റ് തീർന്നു, അതെ നമ്മുടെ ആൻഡപ്പന്റെ ഒരു പ്ലേറ്റ് തീർന്നു. ഇപ്പോൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. അജു രണ്ടാമത്തെ പ്ലേറ്റിലേക്ക് പോയിട്ടുണ്ട്. കിരണാണ് ഏറ്റവും കുറവ് കഴിച്ചിരിക്കുന്നത്. പയ്യത്തിന്ന പനയും തിന്നാം. പന തിന്നണ ആളുടെ ആകെ 2 എണ്ണം എടുത്തിട്ട് തിന്നു കഴിഞ്ഞിരിക്കുന്നത്. കമോൺ സ്പീഡ് അപ്പ് ഗൈസ്. അപ്പൊ നമ്മുടെ അജു മച്ചാനും ദേവാനന്ദും നമ്മുടെ ആൻഡപ്പന്റെ പറഞ്ഞൊരു ബാക്കിയുണ്ട്. ഇവരുടെ രണ്ടുപേരെ രണ്ടാമത്തെ പ്ലേറ്റ് തീർന്നു. ഞാൻ ഉദ്ദേശിച്ച പവർ ഇല്ലല്ലോ. കമോൺ. ഓക്കെ, ഇനി പറഞ്ഞോട് കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ രണ്ടാമത്തെ പ്ലേറ്റ് തീരും. ആൻഡപ്പന്റെ രണ്ടാമത്തെ പ്ലേറ്റ് തീർന്നിരിക്കുകയാണ്. ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് കിരൺ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അജു മൂന്നാമത്തെ പ്ലേറ്റിലേക്ക് കടന്നു. ആൻഡപ്പൻ രണ്ടാമത്തെ പ്ലേറ്റ് കഴിഞ്ഞു മൂന്നാമത്തെ പ്ലേറ്റിലേക്ക് കടന്നു. ഇവിടെ മൂന്നാമത്തെ പ്ലേറ്റ്, നിന്റെ മൂന്നാമത്തെ പ്ലേറ്റ് നല്ല എടുത്തേ. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ പ്ലേറ്റിൽ നിന്ന് എത്ര എണ്ണം കഴിച്ചു? 1 എണ്ണം കഴിച്ചു. ഇപ്പൊ ഏകദേശം 4 പേരും ഏകദേശം ഒരേ ലെവലിലാണ് പോകുന്നത്. ഒരാൾ മാത്രം കള്ളക്കളി കളിക്കുന്നുണ്ട്. പയ്യത്തിന് പനയും തിന്നു. നീ പന തിന്നത് കാണോട്ടെ. അത് കഴിഞ്ഞിട്ട് ആൻഡപ്പൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നു, അജു മുന്നേറിക്കൊണ്ടിരിക്കുന്നു, ഭൗമിക്കിരൺ മുന്നേറിക്കൊണ്ടിരിക്കുന്നു, വെട്ടിരുമ്പ് കിരൺ ഉടായ്പ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആസ്വദിച്ച് കഴിക്കുന്നു ദേവാനന്ദ്. തീർന്നു പറഞ്ഞാൽ മതി. നിന്റെ എന്തായി? നിന്നെ അടക്കോ വല്ലതും പറ്റും. നീ നോക്ക്, പറ്റും. ഓക്കെ ഓക്കെ, കഴിക്ക്. അല്ല ആൻഡപ്പ, അതന്നെ ആ സ്പിരിറ്റാണ് നമുക്ക് വേണ്ടത്. അപ്പൊ പ്ലേറ്റുകളുടെ എണ്ണം നോക്കുമ്പോ അജുവിന്റെ പ്ലേറ്റിൽ ഇനി 3 എണ്ണം ബാക്കി, ഭൗമിക്കിന്റെ പ്ലേറ്റിൽ 2 എണ്ണം ബാക്കി, ആൻഡപ്പന്റെ പ്ലേറ്റിൽ 1 എണ്ണം ബാക്കി, നിന്റെ പ്ലേറ്റിൽ കുറെ എണ്ണം ബാക്കി, 10 എണ്ണം ബാക്കി, ദേവാനന്ദിന്റെ 2 എണ്ണം ബാക്കി. ആൻഡപ്പ ഓരനോട് നീ കഴിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ റൗണ്ട് കംപ്ലീറ്റ് ആവട്ടാ. നോക്ക്, ഉന്നാലെ മുടിയും തമ്പി ഇതിനൊക്കെ മുക്കി കഴിക്കേ. ഇടയ്ക്ക് ഇതൊക്കെ എടുത്ത് കുടിക്കി. വെള്ളം വേണ്ട, മറ്റേ വെള്ളം തരും. ഞാൻ ഇതില് മുക്കി അലിപ്പിക്കണത് കണ്ണടച്ച് തീർക്കുമ്പോ പ്ലേറ്റ് വലിയൊക്കെ പറ്റണല്ലേ? ആരുടെ ഒരാളുടെ മൊത്തം ആൻഡപ്പന് ഫുള്ള് കയറുന്നത്. അപ്പൊ ആൻഡപ്പൻ ആദ്യത്തെ റൗണ്ടിലുള്ള ഫുള്ളും കഴിച്ചെടുത്തിരിക്കുകയാണ്. ലീഡ് നിലനിർത്തിക്കൊണ്ട് ആൻഡപ്പൻ മുന്നോട്ട്. ഭൗമിക്കിരണാണെങ്കിൽ അല്ലെങ്കിൽ പുഡ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അവിടെ വന്ന് കരയണവനാണ്. അജുവിന് പറഞ്ഞ ബാക്കി, നിനക്ക് 9 എണ്ണം ബാക്കി, ദേവാനന്ദിന് പറഞ്ഞ ബാക്കി. ഞങ്ങൾക്ക് അടുത്ത റൗണ്ട് തുടങ്ങുള്ളൂ. അങ്ങനെയുണ്ടോ? അല്ലെങ്കിൽ പിന്നെ വേറൊരു കാര്യം ചെയ്യാം, നിനക്ക് കഴിക്കാൻ പറ്റുന്നില്ല, നിനക്ക് ക്വിറ്റ് ചെയ്യാം. കേക്കാൻ നിൽക്കരുതടാ. അപ്പൊ ഒരാളിത് നമ്മുടെ മത്സരത്തിൽ നിന്ന് ക്വിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതോടി കഴിഞ്ഞാൽ നിന്റെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റൗണ്ട് കംപ്ലീറ്റ് ആവാണ്. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയിപ്പോ ഒരാൾ മാത്രം നമ്മളോട് സറണ്ടർ പറഞ്ഞു പോവാണ്. എലിമിനേഷൻ. ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? തോറ്റുപോയത് എന്തുകൊണ്ടാണ് തോറ്റുപോയത്? അതായത് നേരത്തെ കുറെ അപ്പൊ അതുകൊണ്ട് എന്താ പുറത്തായി? സാരില്ല, ഇനി അത് പോണ്ടേ കഴിച്ചോളൂ. അങ്ങനത്തെ ഫസ്റ്റ് റൗണ്ട് മത്സരം കഴിഞ്ഞപ്പോൾ ഒരാൾ നമ്മൾ വിട്ടു പോയിരിക്കുകയാണ്, നമ്മളുടെ സ്വന്തം വെട്ടിരുമ്പ് കിരൺ അഥവാ ജർമ്മൻ കിരൺ. അപ്പോൾ ഇനി അടുത്തതായിട്ട് മത്സരിക്കാനുള്ളത് ദേവാനന്ദ്, ആൻഡപ്പൻ, അതുപോലെ തന്നെ നമ്മുടെ ഭൗമിക്കിരൺ, അജു. അപ്പോൾ 4 പേർക്കുള്ള അടുത്ത റൗണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സെക്കൻഡ് റൗണ്ട് ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ ഈ തവണ നോക്കുകയാണെങ്കിൽ 4 പ്ലേറ്റ് വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് മൊത്തം 20 എണ്ണം ഒരാൾക്ക് വരുന്ന രീതിയിൽ. അപ്പോൾ ഷഫ്ലിംഗ് ടൈം. അപ്പോൾ അടുത്ത റൗണ്ടിനുള്ള സാധനം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ തുടങ്ങാം നമുക്ക്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഞാൻ പറയണില്ലേ, ഓരോന്ന് വയലിടുക, അതിന് വെള്ളം കൊടുക്കുക, കുടിക്കുക, അങ്ങനെ പടപടാന്ന്. യെസ് ഗായ്സ്, നിങ്ങൾക്ക് പറ്റും, നിങ്ങൾക്ക് അതിനുള്ള കഴിവുള്ളവരാണ്. ആൻഡപ്പൻ കൊതിയൻ അല്ലേ? ഓക്കെ, അങ്ങനെ ഫസ്റ്റ് പ്ലേറ്റിൽ നിന്ന് ഓരോന്നും എടുത്ത് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം ലീഡിങ് വരുന്നത് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഭൗമിക്കിരണാണ്. ഭൗമിക്കാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അജു തീർന്ന്, ഭൗമിക്ക് തീർന്ന്, ആൻഡപ്പൻ തീർന്ന് എനിക്ക് തോന്നണല്ലോ കേട്ടാ. ഓക്കെ, പറ്റും. പക്ഷേ സാധനം പോകുന്നുണ്ട്. ദേവാനന്ദ് എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആസ്വദിച്ച് കഴിക്കുകയാണ്. ആൻഡപ്പൻ എന്തോ ഒരു പണി എടുക്കുന്ന പോലെ കേട്ടോ. അതായത് ആൻഡപ്പൻ്റെ ഇന്നത്തെ എനിക്ക് പണി കിട്ടിയേക്കുന്നതാണ് ആ ഒരു മൈൻഡിലാണ് ആൻഡപ്പൻ കഴിക്കുന്നത്. എന്താണ് മുഖത്തൊക്കെ ഒരു പുച്ഛം മ്ലാനഭാവം എല്ലാത്തിൻ്റെ. ഗ്യാസ്
ഓക്കെ അപ്പൊ ആൻഡപ്പന്റെ പ്ലേറ്റ് നോക്കുകയാണെങ്കിൽ ആൻഡപ്പൻ ലീഡിൽ ഇപ്പൊ ലീഡ് ചെയ്തോണ്ടിരിക്കുന്നത് ആൻഡപ്പൻ. ഫസ്റ്റ് കൊടുത്തോ. കൊടുക്കലല്ല, മത്സരിച്ചെടുക്കണം, അതിലാണ് കാര്യം. ഇപ്പൊ ഒന്ന് സഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ചോണ്ട് പോവാട്ടാ. ഒരാള് വെള്ളമാണോ? എന്നാ കുഴപ്പമില്ല, യു ക്യാൻ റീജോയിൻ. ഓക്കെ കമോൺ. ആൻഡപ്പന്റെ ഒരു പ്ലേറ്റ് തീരാറായി, അതുപോലെ തന്നെ ദേവാനന്ദിന്റെ ഒരു പ്ലേറ്റ് തീരാറായി. ആൻഡപ്പനും ദേവാനന്ദും ഇപ്പോൾ ഒരേ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അജുവിൻ്റെ ഒരു പ്ലേറ്റ് തീർന്നു, ആൻഡപ്പൻ്റെ ഒരു പ്ലേറ്റ് തീരാൻ പോകുന്നു. കണ്ണൊക്കെ തള്ളി. ദേവാനന്ദ് ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദേവാനന്ദ് ഒട്ടും തന്നെ വിട്ടുകൊടുക്കില്ല എന്ന ഒറ്റ ഭാവത്തിൽ ഒരു പ്ലേറ്റ് ദേവാനന്ദിന് തീർന്നു, ആൻഡപ്പൻ്റെ ഒരു പ്ലേറ്റ് തീർന്നു, അജുവിൻ്റെ ഒരു പ്ലേറ്റ് തീർന്നു. ക്വിറ്റ്. ഓക്കെ അപ്പൊ നമ്മുടെ എല്ലാവരും ഓരോ പ്ലേറ്റ് വെച്ച് തീർത്തു. അതിനിടയിൽ ഭൗമിക്കിനാണ് പറ്റാതെയായി, ഒന്ന് കയ്യിൽ നിന്നൊക്കെ പോയി ക്വിറ്റ് ചെയ്യണം അല്ലേ? ഓക്കെ അപ്പൊ ഇപ്പൊ ഇനി 3 പേരാണ് മത്സരിക്കാനുള്ളത്. ഓക്കെ താങ്ക് യു സോ മച്ച്. ആൻഡപ്പൻ, ദേവാനന്ദ്, അജു, ഇനി 3 പേരിൽ ആരായിരിക്കും വിന്നർ എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. ജോയിൻ ടു ദ ഗെയിം മാൻ. ഓക്കെ അപ്പോൾ ഒരു ഗെയിം സ്പിരിറ്റിലെടുത്ത് പിന്നെയും നമ്മുടെ ഗെയിം ആരംഭിച്ചിരിക്കുകയാണ്. ഭൗമിക്കിന് ഈ പരിസരത്ത് കണ്ട് ഓടിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. തെണ്ടിന്നൊക്കെ. ഓക്കെ 2 ബോണ്ടയുടെ ലീഡിൽ നോക്ക്. ട്രൈ മാൻ. അങ്ങനെ അജു ഏകദേശം തോൽവി സമ്മതിച്ച അവസ്ഥയിലാണ്. ഭൗമിക്ക് മാനിപ്പുലേറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. ഓക്കെ അപ്പൊ ഇനിയിപ്പോ അജു എന്താണ് അവസ്ഥ നോക്ക്. ട്രൈ ചെയ്യ്. അപ്പോൾ ഇനി 3 കണ്ടസ്റ്റൻസ് ആണ് നമുക്ക് ഉള്ളത്. ആൻഡപ്പൻ, അജു, ദേവാനന്ദ്. ആൻഡപ്പൻ ഇതൊന്നും ഇവരൊക്കെ എന്താ പറയുന്നത്, എനിക്ക് കഴിക്കും വിശക്കണ്ട് എന്നുള്ള മൂഡിലാണ് ആൻഡപ്പൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവാനന്ദും ആൻഡപ്പനും ഇപ്പോൾ ഏകദേശം ഒരേ ലീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അജുവിന് ഇനിയിപ്പോൾ ഒന്ന് അയഞ്ഞു കൊടുത്തൊരു ഫീൽഡിലാണ്. കടിക്കാൻ നിൽക്കണ്ട മിണ്ടുങ്ങനെ അല്ലേ ബ്രോടെ? മൊത്തത്തിൽ ഇങ്ങോട്ട് പോരും. ഏയ് ചാൻസ് ഉണ്ട്. മാനിപ്പുലേറ്റർ മാറിക്കൂ. അപ്പൊ ഇപ്പൊ ഏകദേശം ഒരേ ലീഡായ ആൻഡപ്പനും ദേവാനന്ദും ഒരേ ലീഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അജുവിന്റെ ഒരെണ്ണം മാത്രമേ വ്യത്യാസത്തിൽ പോകുന്നുള്ളൂ, അത് നമുക്ക് പിടിക്കാവുന്നുള്ളൂ. ഇപ്പൊ വേണമെന്ന് വിചാരിച്ചാൽ ഇപ്പോഴും പിടിക്കാം നമുക്ക്. ഗെയിം നമ്മുടെ കയ്യിൽ തന്നെയാണ്. മാനിപ്പുലേറ്റിംഗ് മൈൻഡ് ഗെയിം. ആൻഡപ്പ ഇത് നിറഞ്ഞിരിക്കണ്. ഇപ്പൊ നിങ്ങക്ക് വേണമെങ്കിൽ വേറെ കാര്യമൊക്കെ ചെയ്യാട്ടോ. നിങ്ങളുടെ ഇപ്പൊ ഉള്ളതിന് മാറ്റാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്ക് കുറവുള്ളത് വേണമെങ്കിൽ കുറവുള്ളതെന്നൊക്കെ എടുത്ത് തിന്നാം. വല്ലവന്റെ പ്ലേറ്റ് എന്നല്ല, അവനവന്റെ പ്ലേറ്റ് നിന്ന്. ഓക്കെ ഗെയിം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഗെയിമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കാം നമുക്ക്. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി സഫർ ചെയ്താലും ആ പ്രൈസ് കിട്ടുന്ന സമയത്ത് ഇതൊക്കെ അങ്ങോട്ട് മറക്കാനായിട്ട് പറ്റും. അതിനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇത് ഏറ്റവും കൂടുതലുള്ളതാണ് കേട്ടോ. ഏയ് ദേവാനന്ദ് അപ്പോൾ വെറുതെ വിചാരിച്ചാ അവരെ ഒതുക്കത്തിൽ സാധനം സെറ്റാക്കണ്ട്. ഞാൻ നിർത്തി. ഏയ് അജു അങ്ങനെ പറയല്ലേ, നിനക്ക് പറ്റും. നിനക്ക് പറ്റും. ഇല്ല ഞാൻ നിർത്തി. അവനെ ഒഴിവാക്കാൻ നോക്കാണ്. നീ മത്സരിക്ക്, നിനക്ക് പറ്റും. എനിക്ക് വാള് വെക്കാൻ ഇഷ്ടല്ല. ഉറപ്പാണോ? ഉറപ്പിച്ചോ? അവൻ കൊറേ തിന്നുണ്ട്, എനിക്ക് അത്ര പിടിക്കാൻ പറ്റില്ല. ഞാൻ നിർത്തി. എന്നെ കൊണ്ട് പറ്റണില്ല. അജു ക്വിറ്റ് ചെയ്യണോ? എങ്കിൽ അങ്ങനെയാണെങ്കിൽ ക്വിറ്റ് ചെയ്യാനുള്ള ഒരു റീസൺ എന്തുകൊണ്ടാണ് ഇപ്പൊ ക്വിറ്റ് ചെയ്ത് പോകുന്നത്? ക്വിറ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ ഞാൻ മര്യാദയ്ക്ക് തിന്നോണ്ടിരുന്നതാ. എനിക്ക്
വേറൊരാൾ ശ്രദ്ധിക്കാൻ അത് വരുമ്പോ എനിക്ക് പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ ബേനിയം പൊക്കിയതാണ്ട. ഇത് അടുത്ത സൗണ്ട് ഇതൊക്കെ കാരണം തിന്നാൻ പറ്റില്ല. ഗെയിം എന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടായില്ല, മാനിപ്പുലേഷൻസും മൈൻഡ് ഗെയിം ഒക്കെ വരും. ആന്റപ്പൻ ലീഡിങ് രണ്ടെണ്ണം ഒരുമിച്ചെടുത്തിട്ട് പിടിച്ചോണ്ട്. ഓക്കെ, അങ്ങനെ ഗെയിമിന്റെ ഏകദേശം അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിയെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ഇപ്പൊ ദേവാനന്ദും ആന്റപ്പനുമാണ് അവസാന ഘട്ട മത്സരങ്ങളുള്ളത്. അപ്പൊ ഇപ്പൊ ഏകദേശം ഒരേ ലീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോ വൻ മത്സരമായിരിക്കുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 100-ലേക്കൊക്കെ എത്താൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ആന്റപ്പൻ 100, ദേവാനന്ദ് ഒരു 105, പിന്നെ ആന്റപ്പൻ 120, ആ ഒരു രീതിയിലേക്ക്. പിന്നെ രാത്രിയൊക്കെ ആകുമ്പോഴേക്കും ഗെയിം നമുക്ക് ഏകദേശം ഏത് ലെവലിലേക്ക് എത്തും നോക്കാം. നമുക്ക് സെയിം ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചേട്ടാ. ഓക്കേ, ലീഡ് നേടിയിരിക്കുകയാണ്. ആന്റപ്പേട്ടൻ ലീഡ് എത്തിയിരിക്കുകയാണ്. ഇപ്പോ ഒരേ ലെവൽ ട്ടാ. ഒരാളുടെ 5, ഒരാളുടെ 5. ഈ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗെയിം കട്ട ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊരു വാക്കും മിണ്ടാൻ പറ്റത്തില്ല, കാരണം വായിൽ സാധനമാണ്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് റൗണ്ടിൽ കൊടുത്ത ഐറ്റംസ് മൊത്തം അവർ തീർത്തിരിക്കുകയാണ്. ആന്റപ്പൻ നേരത്തെ തീർത്തു, ദേവാനന്ദ് അതെടുത്ത് കഴിച്ചു. അപ്പോൾ ഏകദേശം രണ്ടാമത്തെ റൗണ്ട് അവർ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ കറക്റ്റ് ഗെയിമിലേക്ക് വന്നു. ഇനിയിപ്പോൾ നമുക്ക് ടൈറ്റ് ഗെയിമാണ്. ഇതിൽ ആരാണ് വിന്നറാവാൻ പോകുന്നതെന്നുള്ള കാര്യമാണ് നമുക്കിനി അറിയേണ്ടത്. അടുത്ത റൗണ്ട് നമുക്ക് കൊടുക്കട്ടെ അവർക്ക്. അപ്പോൾ തേർഡ് റൗണ്ട് ആരംഭിക്കുകയാണ് മക്കളെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആന്റപ്പൻ നേരത്തെ കഴിച്ചു തുടങ്ങി. വാ, cheer boys. ഇങ്ങോട്ട് വാ, cheering. ദേവാനന്ദ് ലീഡ് പിടിച്ചു. അതിന്റെ പിന്നാലെ ആന്റപ്പൻ ലീഡ് പിടിച്ചു. അതായത് ഇപ്പൊ ഇവര് കഴിച്ചിരിക്കുന്ന പാനിപ്പൂരിയുടെ എണ്ണം 41. രണ്ടുപേരും 41 പാനിപ്പൂരി കഴിച്ചുട്ടാ. പണ്ടാ പറയൂ, 41 പാനിപ്പൂരി കഴിച്ച ആൾക്കാരാന്ന്. എന്റെ പൊന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി മത്സരം കടുപ്പിക്കേണ്ട സമയമായിക്കൊണ്ടിരിക്കുകയാണ്. കടുപ്പിച്ചെന്നെ കൊടുക്കാം. റൗണ്ട് നമ്പർ 4-ലേക്ക് കടന്നിരിക്കുകയാണ്. ഇത് ഇച്ചിരിയും കൂടി നമ്മൾ കഠിനമാക്കിയിരിക്കുകയാണ്. കാരണം ഇതില് പൂരി മാത്രമേ ഉള്ളൂ, പാനിയും ഇല്ല, മസാലയും ഇല്ല. അപ്പോൾ ഇതിലിപ്പോൾ 6 എണ്ണം വെച്ചിട്ട് 4 സെറ്റാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. തുടങ്ങാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഇത് സുഖമാണ് കേട്ടോ. നീ നമ്പേഴ്സിലാണ് കാര്യം ഇരിക്കുന്നത്. ഇങ്ങനെ തന്നെ ആകെ അങ്ങനെ പറ്റൂല. ഓരോന്നും നിർത്തി വയ്ക്കണം. ഓക്കെ, നമുക്ക് നോക്കാം മത്സരം ഏത് രീതിയിൽ പോകാന്ന്. ഒരു 5 മിനിറ്റ് ഒരു വാമപ്പ് ആയിട്ടാണ് പയ്യെ തുടങ്ങട്ടെ അവർ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ പറയല്ലേ, രണ്ടുപേരും മത്സരിക്കേ. ഇല്ല, ഗെയിം മസ്റ്റ് ബി ഓൺ. നിർത്തിയോ? അങ്ങനെ 2-3 കഴിച്ചിട്ട് നിർത്ത്. നല്ലൊരു പവർ ഉള്ളു. ഓണാവ്. ഞാൻ ഒരു ഗെയിമിന്റെ സ്പിരിറ്റിൽ വന്നായിരുന്നു. നീ ഇങ്ങനെ ആലോചിക്കുക, 50,000 രൂപ കയ്യിൽ. ഓഫാക്കിയോ? നിർത്തിയോ?
ആന്റപ്പൻ ഉറപ്പിച്ചോ നിർത്തിയത്? അവന് വീഴാൻ നിക്കണം, അവന് 2 എണ്ണം കഴിക്കാൻ പറ്റുള്ളൂ കേട്ടാ. ഒന്നുകൂടി ആലോചിച്ച് നോക്കിയേ, അവൻ ഈ 2 എണ്ണത്തിൽ നിർത്താൻ നിൽക്കായിരുന്നു. മൈൻഡ് ഗെയിമാണ്, ഒന്നുകൂടി ആലോചിക്ക. വീണ്ടും ഗെയിമിലേക്ക് വന്ന ആന്റപ്പൻ. അവൻ നിർത്താൻ നിൽക്കാണ്. അത് നോക്കി കഴിഞ്ഞാൽ അവൻ നിൽക്കുന്നേ, നീ നിർത്തുന്ന ചോദിച്ചാൽ അവൻ നിൽക്കുന്നേ, അവൻ നിർത്തിയാൽ നീ നിൽക്കുന്നേ. അപ്പൊ രണ്ടുപേരും മാക്സിമം മത്സരിക്കുക, അവസാന ശ്വാസം വരെയും. ആന്റപ്പൻ ലീഡ്. ഓക്കെ, നമുക്കിനി ഗെയിം ചേഞ്ചർ കൊണ്ടുവരണം അല്ലേ പ്രവീണേ? ഇനി നമുക്ക് ടൈമർ വെച്ച് നോക്കാം. അങ്ങനത്തെ നമ്മുടെ മത്സരത്തിന്റെ അവസാനം നമുക്ക് കണ്ടേ പറ്റുള്ളൂ. ഇവര് എല്ലാ ലെവലിലും ഒരേപോലെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അവസാനം ഒരു റാപ്പിഡ് ഡെത്ത് വെക്കുകയാണ്. 3 മിനിറ്റ് സമയമുണ്ട് മാക്സിമം. ഇതിൽ ആര് ഏറ്റവും കൂടുതൽ തിന്നു തീർക്കുന്നോ അവരായിരിക്കും ഇന്നത്തെ വിന്നർ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ടൈമർ കൊടുത്തു. ഓക്കെ, യെസ് യെസ് യെസ്, ആന്റപ്പൻ ആന്റപ്പൻ ആന്റപ്പൻ. ഓക്കെ, 58 സെക്കൻഡ് ബാക്കി. ഓക്കെ, 53 സെക്കൻഡ് ബാക്കി. മത്സരം ഡ്രോ ആയി. മത്സരം കലത്തോണ്ടിരിക്കുന്നു. കൗണ്ട് ഡൗൺ ആവുന്നേ ഉള്ളൂ. ഇനി നമ്മൾ ലാസ്റ്റ് കൗണ്ട് ഡൗണേ പറയുള്ളൂ. എടാ മത്സരം ഭയങ്കര ടൈറ്റ്, ഒരേപോലെ പോയിക്കൊണ്ടിരിക്കണേ. ആന്റപ്പൻ ലീഡ് പിടിച്ചിരിക്കുന്നു. കണ്ണ് തള്ളി വരുന്നു. ആന്റപ്പൻ വീണ്ടും ലീഡ് മാറിക്കൊണ്ടിരിക്കുന്നു. ഉണ്ട് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അവസാനത്തെ 15 സെക്കൻഡ്. ഓക്കെ, കമോൺ. അവസാനത്തെ 15 സെക്കൻഡ് മാക്സിമം കഴിക്ക്. ഇനിയുള്ള സമയം 6 5 അത് താഴേക്ക് വായിലുണ്ട് അത് കയ്യിലോക്കട്ടെ. അത് ഇറങ്ങിയിട്ടില്ല, അത് കൂട്ടാൻ പറ്റില്ല. 2 എണ്ണം കൂട്ടാൻ പറ്റില്ല. അത് അതിലേക്ക് വെക്കുക. ആന്റപ്പൻ കയ്യിൽ ഒരെണ്ണം ഉണ്ടായില്ല, അത് വെച്ചില്ലേ? ഇതോടെ വെക്കി. ഓക്കേടാ, നോക്കി എന്താ ഇന്ന്? 3 എണ്ണം ഇതിലുണ്ട്, 4 എണ്ണം ഇതിലുണ്ട്. നിങ്ങൾക്ക് ഒന്നുകൂടി മത്സരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെ പറഞ്ഞുതരാം. 1 മിനിറ്റ് കൂടി വെക്കാം, കാരണം അവസാനം ഭയങ്കര കോൺഫ്ലിക്റ്റ് ആയി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. തുടങ്ങിക്കോ മോനെ, 1 മിനിറ്റ് ഉള്ളൂ കേട്ടാ. ഒറ്റ മിനിറ്റ് മാക്സിമം അടിച്ച് കയറ്റിക്കോ വായില് രണ്ടുപേരും. യെസ് യെസ്, സമയം നോക്കി കാര്യം നടക്കൂല. ഇനി ഇതേ 50 സെക്കൻഡ് ബാക്കിയുള്ളൂ. ഡ്രോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുത്തി കയറ്റിക്കോ, അടിച്ചു കുത്തി കയറ്റിക്കോ. 40 സെക്കൻഡ് ബാക്കി. വായില് സിസ്റ്റം പോലെ സ്ഥലമില്ല രണ്ടുപേരുടെ. കുത്തി കയറ്റങ്ങട്. വായില് സ്ഥലമില്ല, അടിച്ചെടുത്ത് കുത്തി കയറ്റ്. അടിച്ച് കുത്തി കയറ്റ്. അവരെത്ര സ്കോർ ചെയ്യാൻ നോക്കട്ടെ. ഇവര് പിന്നെ എത്തിയിട്ടില്ല. വാ, ടൈം എന്ന് പറയുന്നത് 12 സെക്കൻഡ് ബാക്കി. ലാസ്റ്റ് മിനിറ്റ്. വാ, ലാസ്റ്റ് സെക്കൻഡ്. 9 സെക്കൻഡ്, 8 സെക്കൻഡ്, 7 സെക്കൻഡ്, 6 സെക്കൻഡ്, 5 സെക്കൻഡ്, 3 സെക്കൻഡ്, 1 സെക്കൻഡ്. ടൈംസ് അപ്പ്. അയ്യോ, തുപ്പിയായിരുന്നു ഇടയില്. തുപ്പി. അപ്പോ ഗെയിം മാറി. വാർ സിസ്റ്റത്തിലിട്ട് നമുക്ക് ഇതിനെ നമുക്ക് അവസാനം ഒരു കൺക്ലൂഷനിൽ എത്തേണ്ടി വരും. ഉറപ്പല്ലേ തുപ്പിന്ന്? ആന്റപ്പ നീ തുപ്പിയോ? തുപ്പി, സമ്മതിച്ചു. ഓക്കെ, അപ്പൊ ഫൈനലൈസ്ഡ്. അപ്പൊ മച്ചാന്മാരെ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പാനിപ്പൂരി ഈറ്റിംഗ് കോമ്പറ്റീഷൻ? അടിപൊളി. അപ്പൊ വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. അതിൽ ഏറ്റവും സേഫ് ആയിട്ട് ചെയ്ത ഒരാൾ മാത്രമേ ഉള്ളൂ, അതവിടെ കിരൺ മച്ചാനാണ്. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പേരിലായിരുന്നു പ്രതീക്ഷ, അജുലും അതുപോലെ ഭൗമി കിരണിലും. ഫുഡിന്റെ കാര്യത്തിൽ ഇവർ അത്യാവശ്യം നല്ല പോളിംഗ് ഉള്ളവരായിരുന്നു. പക്ഷെ എന്നെ ഞെട്ടിച്ചത് ആന്റപ്പനും ദേവാനന്ദുമാണ്. ഇവർ രണ്ടുപേരും അനക്കി കഴിഞ്ഞാൽ സത്യം. അപ്പൊ എന്താ പറയാ, ഇവര് മസാല ഇട്ട 41 എണ്ണം 2 പേര് കഴിച്ചു.
അതിനുശേഷം പ്ലെയിൻ തന്നെ ഒരു 10-12 എണ്ണം കഴിച്ചിട്ടുണ്ടാവും. കഴിവുള്ള അവസാനം ടൈ ബ്രേക്കർ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മനസ്സിലാവാത്ത അവസ്ഥയിലെത്തിയെങ്കിലും അവസാനം ആൻ്റപ്പൻ കീഴടങ്ങി ദേവാനന്ദ് അവിടെ ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പൊ ദേവാനന്ദ് നീ ഞെട്ടിച്ചുട്ടോ. ആൻ്റപ്പൻ അതിൽ 10 നിന്നു പറഞ്ഞോളി. 10 എന്ന് പറഞ്ഞ ആള് 50 എണ്ണത്തിന്. അപ്പൊ എന്തായാലും നമ്മുടെ സത്യം പറഞ്ഞ ഇവർ രണ്ടുപേരും വിജയിച്ചതിന് തുല്യമാണ്. അപ്പൊ എന്തായാലും ഒരു മത്സരം എന്ന് പറയുമ്പോൾ ഒരു വിന്നർ നമുക്ക് വേണ്ടതുകൊണ്ട് ദേവാനന്ദാണ് നമ്മുടെ വിന്നർ. അടിപൊളി. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചലഞ്ചിങ് വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മറ്റന്മാരിലുള്ള വീഡിയോസുമായി അതുപോലെ തന്നെ ചലഞ്ചിങ് വീഡിയോസ് എങ്ങനത്തെങ്കിലൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് വീഡിയോ താഴെ കമന്റ് ചെയ്തോട്ടെ. നമുക്ക് എന്തെങ്കിലും അടിപൊളി ഐഡിയ കിട്ടണേ അതുപോലെ തന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ക്യാമറ മച്ചാൻ പ്രവീൺ അതുപോലെ ടീം M4 ടെക്കിനോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.